നിങ്ങൾ ഏതാ? ഞാനിവിടെ സ്പിന്നിംഗ് മില്ലിൽ ഇന്റർവ്യൂവിന് വന്നതാ. പക്ഷേ ജോലി കിട്ടിയില്ല. നിങ്ങൾക്കിപ്പോ എവിടെ പോണം? എങ്ങോട്ട് പോണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ നിന്ന് സംസാരിക്കണ്ട, എന്റെ കൂടെ വരൂ. വരൂ. ഈ ഷെഡിലാണ് എന്റെ കാർ ഇടുന്നതും ഞാൻ താമസിക്കുന്നതും. രമ ഇരിക്കൂ. എന്നെ രക്ഷിക്കാൻ ദൈവമായിട്ടാണ് ചേട്ടനെ ഇവിടെ എത്തിച്ചത്. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും മൃഗങ്ങളല്ല എന്ന് രമ മനസ്സിലാക്കിയാൽ മതി. രമ അതെല്ലാം അവിടെ വയ്ക്കൂ. ഈ ഫോട്ടോ അതെന്റെ ഭാര്യയും കുഞ്ഞുമാണ്. അവരിപ്പോൾ വീട്ടിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അവരെ പോയി കാണാറുള്ളൂ. അപ്പൊ ചേട്ടൻ ഭക്ഷണമൊക്കെ എവിടുന്നാ കഴിക്കുന്നത്? അതൊക്കെ സ്വന്തം പാചകം. രമ ഇപ്പൊ നോക്കൂ, 1/2 മണിക്കൂറിനുള്ളിൽ ചോറും കറിയും റെഡിയാക്കി തരാം. അയ്യോ, ചോറും കറി ഞാൻ ഉണ്ടാക്കാം. ആയിക്കോട്ടെ, അതാണ് അടുക്കള. കുറച്ചുകൂടെ ചോറെടുത്തേ. അയ്യോ മതി. ആ പാത്രം ഇവിടെ വെച്ചേക്കും, ഞാൻ കഴിയാം. രമേ. എന്തോ? രമ ആഹാരം കഴിച്ചിട്ട് ഇവിടെ കിടന്നു. അപ്പൊ ചേട്ടനോ? ഞാൻ പുറത്ത് കാറിൽ കിടന്നു. ശരി. ഇത് 27 നമ്പർ മുറി കൊണ്ട് കൊടുക്കും. ഞാനിപ്പോ വരാം. സാറേ, ചോറ്. അമ്മണി ഒന്ന് നിന്നേ. എന്താ സാറേ? അമ്മണി ദിവസവും ചോറും കൊണ്ട് വരുമ്പോൾ എന്റെ ഒരു ആഗ്രഹം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താഗ്രഹം സാറേ? അമ്മണിയോട് ഈ കൈ കൊണ്ട് ഈ ചോറൊന്ന് വിളമ്പിത്തരണം. സത്യം പറയട്ടെ സാറേ, പലപ്പോഴും സാറിന്റെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ എന്റെ ഈ കൈ കൊണ്ട് തന്നെ വിളമ്പിത്തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആട്ടെ, ഇപ്പൊ തുടങ്ങിയതാ സാറിന് ആഗ്രഹം? അമ്മിണിയെ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ. വിളമ്പി തീരുമ്പോ പിന്നെ വേറെ വല്ല ആഗ്രഹം കൂടെ ഉണ്ടാവോ? ഉണ്ടായാലെന്താ? ആ, ചോറ് കൊണ്ടുവരുന്നതിന് ശമ്പളം കൂടാതെ നിനക്ക് വേണ്ടി 100 രൂപ കൂടി ഞാൻ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എവിടെയാ രൂപ? ഇതാ. ഞാൻ വാതിലടച്ചിട്ട് വരാം. അമ്മണി, ഈ അലവലാതി പിള്ളേരൊക്കെ എന്തിനാ ഇതിനകത്ത് കയറ്റിയത്? എടാ നാറി, നീനെ കുറിച്ച് എന്താടാ വിചാരിച്ചേ? നിന്റെ പൈസ കാണുമ്പോ അമ്മണി പോടാ അവിടുന്ന്. നിന്റെ അമ്മ മകളെ വിളിച്ചോണ്ട് വരാൻ പാടില്ലേ? അമ്മണി, ആരെങ്കിലും കേൾക്കും. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ശബ്ദിക്കൂടാ പട്ടി. ഈ നാട്ടിലുള്ളൊരു മുഴുവൻ കേക്കട്ടെ. എല്ലാരും ഓടി വായോ, വായോ, ഓടി വായോ. സാറേ, വിളമ്പി തന്നല്ലോ. ആ, ഇനി വാരി തിന്നു. ഞാൻ വരുമ്പോഴത്തേക്ക് നിന്ന് തട്ടിരിക്കണം.
നീ ഭാഗ്യമുള്ളവളാ. എന്താ? നിനക്കൊരു ജോലി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈശ്വരാ. ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിട്ട് ഇപ്പൊ ആ, വരാം. വേഗം വരും. കൊച്ചമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. മനസ്സിലായി. ഏതൊരു പഠിച്ചിട്ടുണ്ട്? BSc. അകത്തേക്ക് വരൂ. 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 ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. രമ ഒരു ഡിഗ്രിക്കാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന ജോലിയൊക്കെ ഇഷ്ടമാവുമെന്നാണ് എനിക്ക് സംശയം. എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം. രമയുടെ സാഹചര്യമെല്ലാം ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞല്ലേ. എന്റെ മകൾക്കും മരുമകനും ഡൽഹിയിലാ ജോലി. അവരുടെ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. കുട്ടിയെ നോക്കാൻ ഒരായ വേണമെന്നാ ഞാൻ സുഗുണനോട് പറഞ്ഞിരുന്നത്. കൊച്ചമ്മേ, രമ തൽക്കാലം കുഞ്ഞിനെ നോക്കി ഇവിടെ നിൽക്കട്ടെ. ഒരു ബന്ധവുമില്ലാത്ത എന്നോടത്ത് ആ കാസറ്റിൽ കഴിഞ്ഞാൽ ആളുകൾ പലരും തെറ്റിദ്ധരിക്കും. ശരിയാണ്. രമയ്ക്ക് മാസം 500 രൂപ വെച്ച് ശമ്പളം തരാം. സമ്മതമാണോ? എല്ലാം കൊച്ചമ്മയുടെ ഇഷ്ടം. ഇതാണ് മോൻ. പേര് അജിത്ത്. ഭയങ്കര കുസൃതിയാ. ആ, മോള് തന്നെ താമസിക്കാനുള്ള മുറി കാണിച്ചു തരാം. ആ, അതാ ഗോവിന്ദൻ എടുത്തോണ്ട്. ജനാർദ്ദനൻ, ഖാദർ, എനിക്കെടുത്തൊന്നും വന്നിട്ടില്ലേ? ഇല്ല. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എഴുതാം. ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി.